കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സർക്കിളിൻ്റെ ഇവിടെ സെൻറ്റർ 0 0 ആണെന്നാണ് തന്നിരിക്കുന്നത്. സർക്കിളിൻ്റെ സെൻറ്റർ 0 0, സെൻറ്റർ 0 0 കണ്ട. ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് പാസ് ചെയ്യണ പോയിന്റ് ഇവിടെ നമുക്ക് തന്നിരിക്കണം -3ഉം 4ഉം ആണ്. അപ്പോൾ ഈ സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിച്ചാൽ പോലെ റേഡിയസ് 6 കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് 0ഉം 0ഉം ആണ്, അടുത്ത കോർഡിനേറ്റ് -3 4 ആണ്. അപ്പോൾ നമ്മുടെ റേഡിയസ് കണ്ടുപിടിക്കുന്നത് ഏതാ മക്കളെ? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? √x1 - s2 ദ ഹോൾ സ്ക്വയർ, √x1 - s2 ദ ഹോൾ സ്ക്വയർ, y1 - y2 ദ ഹോൾ സ്ക്വയർ വരും. x1 എന്ന് പറഞ്ഞാൽ 0 0. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക് കൊടുക്കുവാണെങ്കിൽ 0 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത 0 - 4 ദ ഹോൾ സ്ക്വയർ വരും. 0 - 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 അല്ലേ? അപ്പോൾ നമുക്ക് -3 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം -3യുടെ സ്ക്വയർ വന്നാലും അത് ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് ഇനി 0 - 4 എന്ന് പറഞ്ഞാൽ -4 വരും, ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -3യുടെ സ്ക്വയർ എത്രയാണ്? 3. 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 3യുടെ സ്ക്വയർ തന്നെയാണ്, 9 തന്നെ വരും. -4 എന്ന് പറഞ്ഞാൽ 16 വരും. അപ്പോൾ √16 9 25 വരും. √25 എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പോൾ ഈ റേഡിയസ് നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. സെൻറ്ററും അറിയാം, റേഡിയസും അറിയാം. ഓൾറെഡി ഇത് ഒറിജിനിൽ കൂടെ പോണ സർക്കിളാണ്. അപ്പോൾ ഓൾറെഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ 0 0 ആയതുകൊണ്ട് നമുക്ക് ജനറൽ ഇക്വേഷൻ എന്ത് കൊടുക്കാം? ഒറിജിൻ സെൻറ്റർ 0 ആയ സർക്കിൾ കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ റേഡിയസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് എ സർക്കിളാണ്. സെൻറ്റർ ഓഫ് എ സർക്കിൾ നമുക്ക് ഒറിജിനാണ്, അത് 0 0 ആണ്. റേഡിയസ് 6 നമുക്ക് കിട്ടിയേക്കണം 5 ആണ്. നമ്മൾ ഒറിജിൻ ആയതുകൊണ്ട് നമുക്ക് വേറെ ഇക്വേഷനിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. s² + y² = r² കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നെയായി s² + y² = 5² ആയി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞേക്കണേ ഫൈൻഡ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓൺ x ആക്സിസ് എന്നാണ് പറഞ്ഞേക്കണേ. x ആക്സിസിൽ എന്തായിരിക്കും പ്രത്യേകത മക്കളെ? x ആക്സിസിൽ y 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ y0 കൊടുക്കണം. അപ്പോൾ s² + 0² = 5² ആയി. അപ്പോൾ s² = 5² ആയി. അപ്പോൾ x നമുക്ക് 5 ആയി. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് ഏതൊക്കെ കിട്ടി? 5ഉം 0ഉം കിട്ടി. ഒരു ക്വസ്റ്റ്യൻ ആയി. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ y ആക്സിസ് ആണ് ചോദിച്ചേക്കണമെങ്കിലോ? y ആക്സിസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കട്ട് ഓൺ y ആക്സിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x 0 കൊടുക്കും. x 0 കൊടുക്കുമ്പോൾ ഇവിടെ 0² = y² = 5² വരും. അപ്പോൾ y² = 5² വരും. കാരണം y ആക്സിൽ x 0 ആണ്, നമ്മൾ കോർഡിനേറ്റ് പഠിച്ചതാണ്. അപ്പോൾ ഇതിവിടെ 0 കൊടുത്തു, 0² + y² = 5² വന്നു, y² 5² വന്നു. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് 0ഉം 5ഉം വരും. അപ്പോൾ രണ്ട് കോർഡിനേറ്റുമായി, ഒന്ന് 5 0ഉം ഒന്ന് 0 5ഉം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.